ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ കാത്തിരുന്ന LGS റാങ്ക് ലിസ്റ്റ് ഇന്നലെ വന്നു കേട്ടോ. എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും, നല്ല റാങ്ക് കിട്ടിയവരൊക്കെ നല്ല സന്തോഷത്തിലായിരിക്കും അല്ലേ. റാങ്ക് താഴെ പോയവരൊക്കെ നല്ല വിഷമത്തിലും ആയിരിക്കും. എൻ്റെ റാങ്കും കുറച്ച് താഴെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് LGSൻ്റെ റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ സർവേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 245 കേട്ടോ എൻ്റെ റാങ്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ മെയിൻ ലിസ്റ്റിലുള്ള ഒരു 100 അധികം ആൾക്കാർ പുറത്തുണ്ടായിരുന്നു കേട്ടോ. അതിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നില്ല അവർ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 350 റാങ്ക് കിട്ടുന്ന കേട്ടോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഒരു 0.33 മാർക്ക് കമ്മിയായിട്ടുണ്ട്. 77 മാർക്കാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അത് 76.67 ആയിട്ട് മാറി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ റാങ്ക് 375 മാറിയിട്ടുണ്ട്. എങ്കിലും ഒരു 3 വർഷത്തിനുള്ളിൽ ജോലി കിട്ടും എന്ന് തന്നെ കേട്ടോ എൻ്റെ പ്രതീക്ഷ. പിന്നെ എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു റാങ്കിലൊക്കെ എത്താൻ. 1-2 വർഷമായിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ 8 വർഷമൊക്കെ ആയി ഞാൻ PSC എക്സാമൊക്കെ എഴുതാൻ തുടങ്ങിയിട്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നല്ല റാങ്കിലെത്തുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ഈ വിജയത്തിന് പിന്നിൽ കാരണമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചും പല യൂട്യൂബ് ചാനൽസിനെ കുറിച്ചും അത് ഓൺലൈൻ കോച്ചിങ്, സൈലത്തിൻ്റെ ഓൺലൈൻ കോച്ചിനെ കുറിച്ചൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അതോടൊപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കും നന്ദി പറയുകയാണ്. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതാണ്. അതിനുശേഷം എൻ്റെ അമ്മ വളരെയധികം കഷ്ടപ്പെട്ടാണ് എന്നെയും എൻ്റെ കൂടപ്പിറപ്പുകളെയും വളർത്തിയത്. എനിക്കൊരു അനിയനും ഒരു അനിയത്തിയാണ് കേട്ടോ ഉള്ളത്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിനോടാണ്. ഞാൻ എൻ്റെ PSC പഠനം സ്റ്റാർട്ട് ചെയ്തത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. മോൻ ജനിച്ചത് 2-2.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ PSC പഠനം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കും നന്ദി പറയുന്നു. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടും കൂടിയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്.